ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അക്ബർ. വെൽക്കം ടു രുചി ലാബ്. നമ്മളെ കോഴിക്കോടൻ ചിക്കൻ ബിരിയാണിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു കോഴിക്കോടനായിട്ട് എന്താണ് കോഴിക്കോടൻ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ചെയ്യാത്തതെന്ന് പലരും കമൻറ്റ് ചെയ്യാറുണ്ട്. ഇന്ന് എന്തായാലും പ്രഷർ കുക്കർ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി കോഴിക്കോടൻ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മുമ്പ് ചെയ്ത നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള കുക്കർ ചിക്കൻ മന്തി പോലെ തന്നെ ചിക്കൻ മസാലയിൽ മിക്സ് ചെയ്തിട്ട് വേവിച്ച അരി ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡി. ഉള്ളിയൊന്നും വാട്ടി സമയം കളയേണ്ട ആവശ്യമില്ല. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ബിരിയാണിയാണിത്. ടേസ്റ്റ് ഒന്നും കൂടി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അധികം ആരും പറഞ്ഞു കേൾക്കാത്ത ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ചിട്ട് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കോഴിക്കോടിൻ്റെ മുഹബത്തുള്ള അടിപൊളി ബിരിയാണിയാണിത്. ഒരു തവണ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് രുചി ലാബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമ്മുടെ ഈസി കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഇതുപോലെ മീഡിയം പീസുകളായിട്ട് കട്ട് ചെയ്യുക. ചെറിയ പീസുകളാക്കി കഴിഞ്ഞാൽ പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ചിക്കൻ ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആവുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു സ്ട്രെയിനറിലിട്ട് വെക്കുക. ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ അരക്കുന്ന ജാറിലേക്ക് 1 ഇഞ്ച് നീളത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി അല്ലി 15 എണ്ണം. ഇത് ചെറിയ അല്ലിയാണ്. വലുതാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 7 ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി 7 പച്ചമുളക് കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന പച്ചമുളകിന് എരിവ് കുറവുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവസാനം മസാലയെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1-2 പച്ചമുളക് ക്രഷ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ചുരുങ്ങിയത് 5 ലിറ്റർ ഉണ്ടെങ്കിലും പ്രഷർ കുക്കർ വേണം. അതിലും ചെറുതെടുക്കരുത്. ഞാൻ ഈ പ്രഷർ കുക്കർ ആമസോണിൽ നിന്ന് 60% ഡിസ്കൗണ്ട് പ്രൈസിൽ വാങ്ങിയതാണ്. ആമസോൺ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പ്രഷർ കുക്കർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 3 ചെറിയ സൈസ് സവോള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. വലുതാണെങ്കിൽ 2 എണ്ണം എടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സവോള നല്ല ഫൈൻ സ്ലൈസായിട്ട് കട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ബിരിയാണി ശരിയായി കിട്ടുള്ളൂ. കാരണം നമ്മൾ സവോള എണ്ണയിൽ മുമ്പേ വാട്ടിയെടുക്കുന്നില്ല. അതുകൊണ്ട് ഫൈൻ സ്ലൈസ് ആയിട്ടില്ലെങ്കിൽ ഉള്ളിയൊന്നും ശരിക്കും വെന്ത് കിട്ടില്ല. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക. കോഴിക്കോടൻ സ്റ്റൈൽ ബിരിയാണി മസാലയുടെ ഒരു റെസിപ്പി നമ്മൾ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. ഒരു തവണയെങ്കിലും ബിരിയാണി മസാല അതുപോലെ തയ്യാറാക്കി ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഗരം മസാല യൂസ് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഇനി 1/2 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകം അഥവാ വലിയ ജീരകത്തിൻ്റെ പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും ചേർക്കാം. ഇത് രണ്ടും ഫ്രഷ് ആയിട്ട് പൊടിച്ചത് ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് നല്ല മാറ്റം ഉണ്ടാവും. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യുക. വെളിച്ചെണ്ണയൊന്നും ഇതിനായിട്ട് എടുക്കരുത്. ഒരുവിധം ഇൻഗ്രീഡിയൻസിൻ്റെ ബ്രാൻഡ് ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 കപ്പും 3 ടേബിൾ സ്പൂണും ചേർത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈര് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാലേ കോഴിക്കോടൻ ബിരിയാണിക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. തൈരിന് പുളി കുറവാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കൂടുതൽ ചേർക്കുക. അതിലും കൂടുതൽ ചേർക്കരുത്. ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് ചെറിയ സ്പൂണാണ്, ടീസ്പൂണാണ്. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സവോളയൊക്കെ നന്നായിട്ടൊന്ന് ഉടയുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. ഇതിലേക്ക് സ്ലൈസ് ചെയ്ത 3 ചെറിയ സൈസ് തക്കാളി ചേർത്ത് കൊടുക്കുക. വലുതാണെങ്കിൽ 2 എണ്ണം എടുക്കുക. തക്കാളി അധികം പഴുക്കാത്ത അത്യാവശ്യം പുളിയുള്ള തക്കാളി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മുമ്പേ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അളവൊക്കെ കറക്റ്റാണ് എടുത്തതെങ്കിൽ ഇത് 2.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതിലും കൂടുതൽ എടുക്കരുത്. ഇനി ചിക്കൻ ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ സമയത്ത് 2 നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർക്കരുത്. മസാലയെല്ലാം ചിക്കൻ്റെ എല്ലാ പീസിലും നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് 1-2 മിനിറ്റ് സമയം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ മല്ലിയില ചോപ്പ് ചെയ്തതും 1/4 കപ്പ് അളവിൽ പുതിനയില ചോപ്പ് ചെയ്തതും കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീരും ചേർത്ത് കൈവച്ച് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ചെറുനാരങ്ങയുടെ തൊലി കളയരുത്. അത് നമുക്ക് അരി വേവിക്കുമ്പോൾ ചേർക്കാനുള്ളതാണ്.
ഈ സമയത്ത് ഉപ്പും എരിവും അതുപോലെ തന്നെ പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. മസാലയിൽ ഇത് മൂന്നും കറക്റ്റാണെങ്കിൽ മാത്രമേ ബിരിയാണി കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുള്ളൂ. ഇനി ഇത് ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ സമയം വരെ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇത് ഫ്രിഡ്ജിൽ വെക്കരുത്, പുറത്ത് വെച്ചാൽ മതി. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കുക. ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ കോല റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് 2.5 കപ്പ് ഉണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സാധാരണ കോഴിക്കോടൻ ചിക്കൻ ബിരിയാണിക്ക് കയമ അല്ലെങ്കിൽ ജീരകശാല അരിയാണ് എടുക്കാറ്. എന്നാൽ നമ്മൾ പ്രഷർ കുക്ക് ചെയ്യുന്നതുകൊണ്ട് കയമ റൈസ് എടുക്കുകയാണെങ്കിൽ ചോറ് ഫുള്ളായിട്ട് വെന്ത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഈ റെസിപ്പിക്ക് നമുക്ക് കോല റൈസ് മസ്റ്റാണ്. ഞാൻ എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിൻ്റെ കോല റൈസാണ്. അതാണ് ഏറ്റവും നല്ലത്. സ്ക്രീനിൽ കാണുന്നതാണ് കറക്റ്റ് പേര്. ഇതൊരുവിധം റീറ്റെയിൽ ഷോപ്പിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ഇനി അഥവാ അത് കിട്ടുന്നില്ലെങ്കിൽ ജോക്കർ ബ്രാൻഡിൻ്റെ കോലയോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ കോല അരി എടുക്കുക. കോല റൈസിന് കയമ വെച്ച് നോക്കുമ്പം വില വളരെ കുറവാണ്. എന്നാൽ ഈ റെസിപ്പി നിങ്ങൾ അതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റിൽ ഒരു കുറവും ഉണ്ടാവില്ല. ഇനി ബിരിയാണിയിലേക്ക് വേണ്ട സവോള ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഉള്ളി ഫ്രൈ ചെയ്ത ബാക്കി എണ്ണ നമുക്ക് ബിരിയാണി ദം ചെയ്യുന്ന സമയത്ത് ചേർക്കാനുള്ളതാണ്. അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കുക. മീഡിയം തീയിൽ വെച്ചിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള നല്ല ഫൈനായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇത് ഒരുപാട് ബ്രൗൺ കളർ ആവരുത്. ഇതുപോലെ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി കോരി മാറ്റാം. സവോള കൂടാതെ ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കിസ്മിസും കൂടി നെയ്യിൽ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. വീഡിയോ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് കരുതി കാണിക്കാത്തതാണ്. ഇതെല്ലാം നമുക്ക് അവസാനം ദം ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട അരി വേവിച്ചെടുക്കണം. നമ്മൾ അരി വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഇതുപോലെ അത്യാവശ്യം വലിയൊരു പാനിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. വെള്ളം അല്പം കൂടുതൽ വേണം. നമ്മളെടുക്കുന്ന അരിയുടെ ഏകദേശം ഒരു 5 ഇരട്ടിയോളം വെള്ളം എടുക്കണം. ഞാൻ 12 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഒരല്പം മുന്നിട്ട് നിൽക്കണം. എന്നാലാണ് നമ്മൾ അരി ചേർത്ത് വേവിക്കുമ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതിലേക്കിനി നമ്മൾ മുമ്പ് മാറ്റി വെച്ച ചെറുനാരങ്ങയുടെ തൊലിയും 2 ടേബിൾ സ്പൂൺ ഓയിലും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ റോസ് വാട്ടർ എസൻസും കൂടി ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നവരെ വേവിക്കുക. റോസ് വാട്ടർ ഓപ്ഷനിലാണ്, ചേർക്കണം നിർബന്ധമില്ല. ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും ഫ്ലേവറും ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ 1-2 മാത്രം ഏലക്കയോ കറാമ്പുവോ ചേർക്കാവുന്നതാണ്. അടച്ചു വെച്ച് വേവിക്കുക. അരി വെള്ളത്തിൽ മുമ്പേ കുതിർത്തിയിടരുത്. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം മാത്രം അരി കഴുകി ചേർത്ത് കൊടുക്കുക. അരി വെള്ളം തെളിയുന്നവരെ 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നാലേ ബിരിയാണി പെർഫെക്റ്റായി കിട്ടുള്ളൂ. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് അരി ചേർത്ത് മിക്സ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തുറന്ന് വെച്ച് വേവിക്കുക. ബിരിയാണിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണിത്. ചോറിൻ്റെ വേവ് കൂടിയാലും അതുപോലെ തന്നെ കുറഞ്ഞാലും ബിരിയാണി ശരിയായി കിട്ടില്ല. അതുകൊണ്ട് ശ്രദ്ധ വിട്ടു പോരുത്. ഇടവിട്ട് ഇളക്കി കൊടുക്കണം. എന്നാലേ അരിയെല്ലാം ഒരേപോലെ വെന്ത് കിട്ടുള്ളൂ. ഇടയ്ക്ക് അല്പം ചോറെടുത്ത് കഴിച്ചു നോക്കണം. അരിയുടെ കടി മാറിക്കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കോരിയെടുക്കണം. ചോറൊരു 60-70% മാത്രം വേവിച്ചാൽ മതി. ബാക്കി നമ്മൾ പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ വെന്തോളും. ഈ സമയത്ത് ചോറിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചോറിൽ ഉപ്പ് പാകത്തിനുണ്ടാവണം. അരിയുടെ വേവ് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അരി കടിക്കുന്നത് മാറിയിട്ടുണ്ട്, ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നാരങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ചോറ് ഊറ്റുകൊട്ടയിലേക്ക് മാറ്റാം. ചോറ് നല്ല ചൂടോടുകൂടി തന്നെ ദം ചെയ്തെടുക്കണം. എന്നാലേ ബിരിയാണി പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. ചിക്കനിലേക്ക് നല്ല ചൂടോടുകൂടി തന്നെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ മുമ്പ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് സവോള ഫ്രൈ ചെയ്ത ബാക്കിയുള്ള ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് നിങ്ങളുടെ സ്റ്റൗവിൻ്റെ ഏറ്റവും വലിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നവരെ വേവിക്കുക. ഫസ്റ്റ് വിസിൽ വരുന്നവരെ മാക്സിമം ഹീറ്റ് ഉണ്ടാവണം. എന്നാലേ ബിരിയാണി പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് വലിയ ബർണറിൽ ഏറ്റവും ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ചിക്കനിനൊക്കെ വെള്ളം വരുന്നതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തുകൊണ്ട് ചിക്കൻ കരിഞ്ഞൊന്നും പോകില്ല. ഇതിപ്പം 1 വിസിൽ വന്നിട്ടുണ്ട്. ഇനി തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട്
കറക്റ്റ് 2 മിനിറ്റ് സമയം മാത്രം വേവിച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങളുടെ ഫോണിലെ ടൈമർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം കൂടുതൽ സമയം വേവിച്ച് കഴിഞ്ഞാൽ റൈസ് ഓവർ കുക്കാവും. അതുപോലെ തീ ഏറ്റവും കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയത്ത് കുക്കറിൽ പ്രഷർ ബിൽഡപ്പ് ആവുന്നൊരു സൗണ്ട് വരും. തീരെ സൗണ്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് തീ കൂട്ടി വെച്ച് കൊടുക്കുക. ഇതിപ്പം 2 മിനിറ്റ് സമയം വേവിച്ചിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കറക്റ്റ് 25 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. അപ്പോഴേക്കും പ്രഷറൊക്കെ പോയിട്ടുണ്ടാവും. ഇതിലും കൂടുതൽ സമയം വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ റൈസ് ഓവർ കുക്കാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞിട്ടുള്ള ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഇതിന് ബിരിയാണി ഇല, നെയ്ച്ചോറ് ഇല എന്നൊക്കെ ഇവിടെ പറയാറുണ്ട്. കറക്റ്റ് പേര് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കിട്ടുകയാണെങ്കിൽ ബിരിയാണി ദം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത സവോളൊക്കെ ചേർക്കുന്നതിൻ്റെ കൂടെ 1-2 ഇല ചേർത്ത് കഴിഞ്ഞാൽ ബിരിയാണിക്ക് അടിപൊളി സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. ഇതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഉമ്മ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ടിപ്പാണ്. ഇതിനെക്കുറിച്ച് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റെന്തെങ്കിലും പേരുണ്ടെങ്കിൽ. ഇതിപ്പം 25 മിനിറ്റ് ആയിട്ടുണ്ട്. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ റൈസ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോറിലേക്ക് അല്പം മിൽമ നെയ്യ് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. ചോറ് നല്ലൊരു കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ അടിഭാഗത്തുള്ള കുറച്ച് മഞ്ഞ കലർന്ന ചോറായിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. മസാല മൊത്തത്തിൽ മിക്സ് ചെയ്യരുത്. ചിക്കൻ്റെ 1-2 പീസ് വെച്ചിട്ട് ഈ ഒരു രീതിയിലാണ് സാധാരണ ഇത് പ്ലേറ്റ് ചെയ്യാറ്. നമ്മുടെ ഈസി കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതുപോലെ തന്നെ കൈമ റൈസ് വെച്ചുണ്ടാക്കുന്ന കോഴിക്കോടൻ കല്യാണപ്പുര ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. കൂടുതൽ കമൻറ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇമോജി ആയിട്ടെങ്കിൽ അത് അറിയിക്കുക. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പ് ആവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പറ്റുകയാണെങ്കിൽ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റ് ഗ്രാം അളവിൽ എടുക്കുകയാണെങ്കിൽ ബിരിയാണി ഒന്നും കൂടി പെർഫെക്റ്റായി കിട്ടും. പ്രത്യേകിച്ചിട്ട് നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ ഫോളോ ചെയ്യണം. എന്നാലേ ബിരിയാണി ശരിയായി കിട്ടുള്ളൂ.